രണ്ട് രീതിയിലാണ് രോഗത്തെ സമീപിച്ചിരിക്കുന്നത്. ഒന്ന്, ഇത് വിധിയാണ്. ദാറ്റ് ഈസ് ഫെയ്റ്റലിസം, ജാതീസുമാണ്. ക്രിസ്ത്യത്തിന്റെ വിധിയാണ്. നീ ഇങ്ങനെ ജനിച്ച നിന്റെ ഈ കഷ്ടപ്പാട്, നീ യോഗ്യനാണ്, നിന്റെ പാവമാണ് കാരണക്കാരൻ, അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചിട്ട് മതിയാവും, പ്രതിവിധിയില്ല. രണ്ട്, ഇത് ദൈവപ്രസാദം ലഭിക്കാത്തതുകൊണ്ട് ഈവിൾ ഈസ് ദ പ്രോബ്ലം ഓഫ് ഈ നാച്ചുറൽ സൂപ്പർ നാച്ചുറൽ ഈവിൾ ഇൻഫ്ലുവൻസസ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ ഇവർ പൂജാരികളുടെ അടുത്ത് പോകുന്നു, കൂടോത്രം ചെയ്യുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നു, പക്ഷെ പരിഹാരം ലഭിക്കുന്നില്ല. പിന്നെ രണ്ടാമത്, കൂടോത്രത്തിക്കുക മാത്രമല്ല, ബലിയർപ്പിക്കുക. പൂജാരിക്ക് ബലിയർപ്പിച്ച് പൂജാരിക്ക് അതൊക്കെ ചെയ്ത് പ്രതിവിധി നേടുക. മൂന്നാമത്തെ ഒരു കാര്യം, വേദങ്ങളിൽ നമുക്ക് രോഗത്തെപ്പറ്റി, രോഗനിർണയത്തെപ്പറ്റിയും പ്രതിവിധിയെപ്പറ്റിയൊക്കെ ചില പരാമർശങ്ങൾ, ചർച്ചകളുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത്, വേദകാലത്ത് രോഗങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് വൈദ്യരെന്നുള്ള നിലയിൽ ബ്രാഹ്മണന്മാരായിരുന്നു. പക്ഷേ ആ ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അറിവ് ശക്തിയാണെന്ന് അവർക്കോ, അറിവ് അവർ കുത്തകയാക്കി ബ്രാഹ്മണന്മാരല്ലാത്ത ഈ ജാതികൾക്ക് അവർക്ക് കൊടുത്തിരുന്നില്ല. അതുമാത്രം ബ്രാഹ്മണന്മാരുടെ സ്ത്രീകൾക്ക് പോലും വൈദ്യം അറിയായിരുന്നു, അവർ ശുശ്രൂഷ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണല്ലോ സാറേ ഹാനിബസന്റ് പാടിയത്, ഭാരതാംബേദിൻ പെൺമക്കൾ അടുക്കളക്കാരികൾ വീടാങ്കൂട്ടിൽ തത്തമ്മകൾ. അവരുടെ പോലും സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് സഹായം ഉണ്ടായിട്ട്. പിന്നെന്തിനാ താഴെ കീഴ്ജാതിക്കാരെ പറ്റി പറയുന്നത്? അങ്ങനെ വൈദ്യവത്ത് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ കുത്തകയായിരുന്നു, ആയുർവേദം അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആയുർവേദത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് അവർ കീഴ്ജാതിക്കാരെ സഹായം ചെയ്തു നേരുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് വന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ, ഞാൻ ചരിത്രം മനസ്സിലാക്കിയത്, ബ്രിട്ടീഷുകാർ അവരുടെ സോൾജിയേഴ്സിന് മാത്രമേ മരുന്ന് കൊണ്ടുവന്നുള്ളൂ, അലോപ്പതി മരുന്നുകൾ കൊണ്ടുവന്നുള്ളൂ. അവിടെ വലിയ ഹോസ്പിറ്റൽസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തികച്ച് ശൂന്യമായ ഒരു അന്തരീക്ഷത്തിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതോ മോഡേൺ മെഡിക്കൽ ട്രീറ്റ്മെന്റോ ഭാരതത്തിന് ഒരുത്തനും ഇല്ലായിരിക്കും. ഈ സനാതന ധർമ്മത്തിൽ ഒന്നും ഇല്ലായിരിക്കും.